എപ്പോഴും എഴുതുമ്പോഴേ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതാം. മനസ്സിലായോ? ഉറക്കെ പറയും, കേൾക്കാനില്ല. ആ, അപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോ ഈ മോശം സ്വഭാവമാണ്. മനസ്സിലായോ? വായിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? നമ്പർ 1. നമ്പർ 2, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെയല്ലല്ലോ എഴുതുക. ആണോ? മലയാളത്തിൽ എഴുതാണെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. മലയാളം സ്ക്രിപ്റ്റ് എഴുതാൻ അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ എന്റെ വീഡിയോസ് കണ്ടിട്ടില്ലേ? എന്നെന്താ വിളിക്കാറെല്ലാരും? പിന്നെ എന്തിനാ അഡ്രസ് ചെയ്യുമ്പോ അങ്ങനെ അല്ലാണ്ട് എഴുതുന്ന സാറിന് എഴുതണേ? ഓക്കെ, കണ്ണൂർക്കാരാണ് ഞാനും. അപ്പൊ ഈ കുഴപ്പം കണ്ണൂർക്കാർക്കൊക്കെ ഉണ്ട്, പറഞ്ഞ അനുസരിക്കില്ല. അത് പാടില്ല. അത് പറഞ്ഞതനുസരിക്കാത്തതിന്റെ കുഴപ്പതാണ്. വന്നു പോണില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പാടില്ല എന്നാൽ അത് പാടില്ല. കുറച്ച് പാടുണ്ട്, അതുകൊണ്ടാണ് അല്ലേ? അത് മാറ്റണം. നമ്മൾ അതൊക്കെയാ ടെസ്റ്റ് ചെയ്യാം. പ്രസൻസ് ഓഫ് മൈൻഡ് അങ്ങനെയാ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്താ വേണ്ടേ പറയും? ഉറക്കെ ഉറക്കെ സംസാരിക്കണം. NDA നോക്കുന്ന ആള്. ഓക്കെ, മെഡിക്കല് കടമ്പകളുണ്ട്. അതുകൊണ്ട് എന്താ എല്ലാരും അങ്ങനെയുള്ളവരല്ലേ പാസ്സായിട്ട് പോണേ. NDA എന്ന് പറയുന്നത് എളുപ്പം കിട്ടാവുന്ന വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് അകത്ത് കയറ്റുന്ന ജോലിയാന്ന് വിചാരിച്ചിട്ടാണോ അപ്ലൈ ചെയ്തത്? ഓക്കെ, അപ്പൊ പിന്നെ അതിന് ടഫ് ആണെന്ന് അറിയാം. അപ്പൊ അതങ്ങോട്ട് പഠിക്കണം, അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്യുന്ന അടുത്ത് ഈ സ്റ്റാൻഡേർഡ് ഒന്നും പോരാ. ഒരു 10 ക്വസ്റ്റ്യൻ പറയും വരാൻ പോകുന്ന 10 ചോദ്യങ്ങൾ പറയും. ഞാൻ എന്തോ അയക്കാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അയക്കാം. ഞാനിത് എങ്ങനെ വായിക്കും? എഴുതി അയച്ചു കഴിഞ്ഞാൽ വൈക്കോണ്ട് ടു ടെക്സ്റ്റ് ഇറ്റ്. ഒരു അര പാരഗ്രാഫ് എന്ന് പറയുന്നത് യു ക്യാൻ റൈറ്റ് ഇറ്റ്. കുഴപ്പമില്ല എഴുതി അയച്ചാൽ. പക്ഷെ ഇങ്ങനെയൊന്നും പോരാ. ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ്. 10 ദിവസം കൊണ്ട് ഈ ഹാൻഡ് റൈറ്റിംഗ് മാറ്റിയിട്ട് ഫെന്റാസ്റ്റിക് ആക്കാനുള്ള മാർഗം പറഞ്ഞുതരാം. ഹാൻഡ് റൈറ്റിംഗ് പോരാന്ന് പറയുമ്പോൾ ചിരിക്കല്ല വേണ്ടത്. ഹൗ ഡു ഐ ഇംപ്രൂവ്? ആ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. മനസ്സിലായോ? ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ പോരാ എന്ന് പറയുമ്പോൾ ഹൗ ഡു ഐ ഇംപ്രൂവ്? അതാണ് സ്റ്റുഡന്റിന്റെ ലക്ഷണം. ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞത് കണക്ട് മീ ബാക്ക് ആഫ്റ്റർ 15th ഫോർ എ ജിമിറ്റ് സൺഡേ സ്പെല്ലിംഗ്. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെയാ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും. സജസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം. അപ്പൊ ഡേറ്റും ടൈമും സജസ്റ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. 16th 7:30 PM. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ മേ കൺഫേം. കാരണം അത് കഴിഞ്ഞ് 100 മെസ്സേജ് വരുന്നുണ്ട്. ഹൗ ഡു ഐ റിമെമ്പർ? മനസ്സിലാവുണ്ടോ? കണ്ടിന്യൂസ് യാത്രയാണ്. ഞാൻ കേരളത്തിലുണ്ടായിരുന്നു, കൊച്ചിയിൽ. ഇന്നലെ എത്തിയതേത്തുള്ളൂ തിരിച്ച്. മിക്കവാറും യാത്ര ആയതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ 7:00 മെസ്സേജ് അയക്കാം. ഇത് പറഞ്ഞത് 2 ദിവസം മുമ്പാണെങ്കിൽ ഒരു 7 മണിക്കൊരു മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നതിന് എന്താ കുഴപ്പം? ആൻഡ് യു ഷുഡ് മെസ്സേജ് ആൻഡ് കോൾ, then only call. If I say call, then only should call. മെസ്സേജ് അയക്കുന്ന ശീലം ഉണ്ടാവണം. അത് കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. NDA ബുദ്ധിമുട്ടാണ്, പക്ഷെ കിട്ടുന്നുണ്ടല്ലോ കുറെ പേർക്ക്. അഡ്വർടൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്? ആൾക്കാർ എടുക്കാനാണോ എടുക്കാണ്ടിരിക്കാനാണോ? NDA ഏത് ജോലിയും നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് ആൾക്കാർ എടുക്കാനാണോ എടുക്കാണ്ടിരിക്കാനാണോ? പിന്നെ ആ കാൻഡിഡേറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരാണ്. കോമ്പറ്റീഷൻ ഞാനുമായിട്ടല്ല അപ്ലൈ ചെയ്യുമ്പോൾ, കോമ്പറ്റീഷൻ നിങ്ങളുടെ പ്രായക്കാരുമായിട്ടാണ്. പിന്നെ ഇതിനെ ഭയം.
ഭയമല്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ മെഡിക്കൽ അങ്ങനെ അങ്ങനെ ഒന്നും ലോകത്ത് പറയാൻ പറ്റൂല. ലോകത്ത് എന്താ പറയാൻ പറ്റുക എന്ന് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കും. നമുക്ക് ചെയ്യാനുള്ള 100% ചെയ്യാം. മെഡിക്കൽ ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്, ഇന്റലക്ച്വൽ ഉണ്ട്. മെഡിക്കലൊക്കെ കുറവാ, അതിനേക്കാളും കൂടുതൽ ബുദ്ധിയാണ് നോക്കുക. എക്സാമിനേഷന് പാസ്സായാലാണ് അടുത്ത സ്റ്റെപ്പ് മെഡിക്കലൊക്കെ. ഓക്കെ, കഴിഞ്ഞ് ഓടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ, ഓടാനൊക്കെ പറ്റും. ബാക്കിൽ പട്ടി ഓടുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി, നല്ല ഓട്ടം വരും. മാർഗങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, പ്രിപ്പയർ ചെയ്യാൻ റെഡി ആവണം, അത്രേ വേണം. ദാറ്റ്സ് ഇറ്റ്. സാർ അങ്ങനെ ഒരു ഓറോ ഓപ്ഷൻ എന്ന ഇതില് ബിടെക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ബിടെക് എടുക്കണമെന്നാണ്. അത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടും വേണ്ട, ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ നോക്കാന്ന് വിചാരിക്കും. ഞാൻ ചോദിക്കുന്നത് നേവൽ ബേസിൽ അറ്റംപ്റ്റ് ചെയ്തുവാ? കൊച്ചിൻ നേവൽ ബേസിൽ ഒരു ബിടെക് ഉണ്ട്, അതറിയോ? ഇല്ല. NDA-നേക്കാളും ഭേദമാണ്. കൊച്ചിൻ നേവൽ ബേസിൽ ദേ റൺ എ ബിടെക്. സെർച്ച് ചെയ്ത് നോക്ക്, ദേ ഹാവ് ദെയർ ഓൺ സെലക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കേരളത്തിൽ. കണ്ണൂരിൽ നിന്ന് നിങ്ങൾക്ക് 20 കിലോമീറ്റർ ദൂരെയുള്ള സംഭവം നിങ്ങൾക്ക് അറിയില്ല, ആണോ അല്ലയോ? 12ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ അഡ്മിഷൻ കിട്ടുകയാണെന്ന് വിചാരിക്കുക. അഡ്മിഷൻ അല്ല, ജോലിയാണ്, ഓഫീസർ പോസ്റ്റിൽ വരും. അതന്നെ, സെയിം ക്വാളിഫിക്കേഷൻ. കാഡറ്റ്സ് ആയിട്ടാണ് അവരെടുക്കുക. കേരളത്തിൽ നിന്നൊക്കെ ഒരാൾക്കാ ചിലപ്പോൾ കിട്ടാറ്, ആരും അറിയില്ല. അത് ക്ലാസ് ആണ്, ദേ റൺ എ ബിടെക് പ്രോഗ്രാം. ഇനി അതുപോലെ അത് കിട്ടിയില്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക്, മാത്സ് ഫിസിക്സ് കഴിഞ്ഞവർക്ക് ഓഫീസർ കമാൻഡർ ലെവലിൽ എത്താൻ പറ്റില്ലെങ്കിലും താഴത്തെ ലെവലിൽ എത്താൻ പറ്റുന്ന ചീഫ് പെറ്റി ഓഫീസർ, മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ, അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്ലോമയാണ് അവർ കൊടുക്കുക. ആഫ്റ്റർ ഡിപ്ലോമ യു ക്യാൻ ഡു എ എഞ്ചിനീയറിംഗ് ഡയറക്ട്ലി. ഡിഫൻസ് ആണ് ഇഷ്ടമെങ്കിൽ കുറേ പാത്തുണ്ട്, ഒരു പാത്ത് മാത്രമൊന്നുമല്ല. ഇനി ബിടെക് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ഗെറ്റ് ഇൻ ടു ഓഫീസേഴ്സ് പോസ്റ്റ് സ്ട്രേറ്റ്. ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ വേണ്ടത് ഗുഡ് ഇംഗ്ലീഷ്, പ്രസൻസ് ഓഫ് മൈൻഡ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എവിടെ ഇപ്പൊ ബിടെക്കിന് ചേരുകയാണെങ്കിൽ എനിക്കിപ്പം കീമ എഴുതിയിട്ട് വലിയ റാങ്ക് ഇല്ല, പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പോ ഒരു ലാസ്റ്റ് റാങ്ക് എന്റെ ഏകദേശം ഒരു ഇത് കാണുന്നുണ്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ. ഞാൻ ഈ പറഞ്ഞതിന് ഈ ഉത്തരമൊന്നും ആവശ്യമില്ലല്ലോ, വളരെ ക്രിസ്പായിട്ട് ഉത്തരം പറഞ്ഞൂടെ? എവിടെയാ ചാൻസ് കിട്ടാന്നല്ലേ ഞാൻ ചോദിച്ചത്. ഐ മേ ഗെറ്റ് എ ചാൻസ് ഇൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ന കോഴ്സിന് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല, എന്റെ റാങ്ക് നല്ലതല്ല, ഞാൻ നോക്കിയപ്പോഴോ അച്ഛൻ നോക്കിയപ്പോഴോ അമ്മ നോക്കിയപ്പോഴോ ആര് നോക്കിയാലും അയൽവാസി നോക്കിയാലും ആൻസർ ഒന്നും തന്നെയല്ലേ, ടു ദ പോയിന്റ് എപ്പോഴും. ഓക്കെ, അപ്പൊ എവിടെ കിട്ടും ബിടെക്കിന്? തീർന്നു ആൻസർ. ആ, കൃത്യമായിട്ട് പറയണം. ഗോ അഹെഡ്, ജോയിൻ മെക്കാനിക്കൽ. നല്ല കോളേജ് ഒന്നും അല്ല. അവരുടെ 25th സെലിബ്രേഷൻ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടുത്തെ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. നടുവിലാണ് എൻ്റെ വീട്, തളിപ്പറമ്പ് 20 കിലോമീറ്റർ. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് കുട്ടികൾ വന്ന് താമസിക്കണമെന്നൊക്കെ വന്ന് താമസിച്ചു. നമ്മൾ അറിയാം അവരുടെ സ്റ്റാൻഡേർഡ്. ഓക്കെ, ചോറ് വെന്തോ നോക്കാൻ ഒരു വറ്റെടുത്തിട്ട് നാവിൽ വെച്ചാലും അറിയാലോ. അപ്പൊ അതുപോലെ ഒരു വിസിറ്റും കുറച്ച് കുട്ടികളെയും കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ നല്ല എയിം വെച്ചിട്ട് ജീവിതത്തിൽ കുറെ നല്ല പോലെ പഠിക്കാനൊക്കെ തീരുമാനിച്ചിട്ട് ചേരുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് എ ലൈഫ് ചേഞ്ചിങ്. പക്ഷെ നല്ല കമ്പനി വേണം, നല്ല കുട്ടികൾ വേണം. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ടോക്ക് ടു മീ, വാട്ട് യു ഹാവ് ഡൺ, റീഡ് ന്യൂസ് പേപ്പർ, ചേഞ്ച് യുവർ ഇംഗ്ലീഷ്. നല്ല ഇംഗ്ലീഷ് ആവണം. ഓക്കെ, നല്ല പോലെ മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ സ്ട്രോങ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ +1 +2 പഠിച്ച സെയിം ആണ് ഫസ്റ്റ് സെമസ്റ്റർ ഉണ്ടാവുക. സിലബസ് ഡൗൺലോഡ് ചെയ്തോ? അവര് വായലിട്ട് തന്നാൽ തിന്നും ടീച്ചർമാർ, അത് പാടില്ല. ഡൗൺലോഡ് ദ സിലബസ് ടുഡേ, ഡൗൺലോഡ് ദ ടെക്സ്റ്റ് ബുക്സ് ടുഡേ, സ്റ്റാർട്ട് റീഡിങ് ടുഡേ. പഠിക്കാൻ ഇന്ന് തുടങ്ങണം, ഇപ്പോ. മനസ്സിലായോ? നന്നാക്കാൻ വേണ്ടിയിട്ടാ പറയണേ എൻ്റെ കുട്ടിയെ. ഓക്കെ, അങ്ങനെ ഓരോ മിനിറ്റും കളയാതെ പഠിക്കാം. then you will become great. ഞാനിപ്പം മെക്കാനിക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുക്കണം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വേറെ
ഇതൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ കഴിവ് എനിക്ക് അറിയില്ല. ഇനി മെക്കാനിക്കൽ മോശമല്ല, നമ്പർ 1. റിപ്പീറ്റ് ചെയ്തിട്ട് എവിടെ കിട്ടിയാലാ പോവാ? അങ്ങനെ വേറെ അതെ, കോഴ്സ് എടുത്തിട്ടുണ്ട്. എന്താണ് അടുത്ത ഓപ്ഷൻ എന്ന് ചോദിക്കുന്നത്. ഈസി ഇലക്ട്രിക്കൽ ഐസറിൽ കിട്ടുമോ? ഇത് ഞാൻ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കിട്ടുന്നതായിരിക്കും. IIT-ലോ NIT-ലോ ഐസറിലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അങ്ങനെ വല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല. ഇനി ഇതിന് പകരം വേറെ എഞ്ചിനീയറിംഗ് കോളേജിൽ വേറെ കോഴ്സാ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വേസ്റ്റ്. ആ ഒരു ജമ്പ് പോസിബിൾ ആണ്, ഐ ആം ഏബിൾ എന്ന് പറയുകയാണെങ്കിൽ ഫൈൻ. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു കോളേജ് ആണോ അല്ലയോ? മെക്കാനിക്കൽ കുഴപ്പമില്ലാത്തൊരു ബ്രാഞ്ച് കിട്ടുമെങ്കിൽ വൈ നോട്ട്? അത് ചൂസ് ചെയ്യണമെന്നായിരുന്നു. അപ്പം കുറെ പേര് ഇങ്ങനെ പറയുമ്പോൾ ഈ കുറെ പേര് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് എല്ലാവരോടും ചോദിക്കുക, എന്നിട്ട് ആവറേജ് എടുത്തിട്ടാണോ തീരുമാനിക്കുക ലൈഫ്? ആണോ? അല്ല, ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സ്, ഹൗ മെനി ഓഫ് ദം ആർ എഞ്ചിനീയേഴ്സ്? ഹൗ മെനി ഓഫ് ദം ഹാവ് ടോട്ട് ഇൻ എൻ എഞ്ചിനീയറിംഗ് കോളേജ്? ഹൗ മെനി ഓഫ് ദം ഹാവ് സീൻ എൻ എഞ്ചിനീയറിംഗ് കോളേജ്? ആ ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ്. മനസ്സിലായോ? ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ഇരിങ്ങാലക്കുടയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഒരാൾ വന്നിട്ട് എന്നോട് കാണാൻ പറഞ്ഞു, അയാൾക്ക് സിവിൽ എഞ്ചിനീയർ ആവണ്ട. എന്താ കാരണം? അമ്മാവൻ എഞ്ചിനീയർ ആണ്, അച്ഛൻ എഞ്ചിനീയർ ആണ്, അതുകൊണ്ട് അതാവണ്ട. കുറെ സമയം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുമ്പോൾ എനിക്ക് എഞ്ചിനീയർ ആയാൽ മതി, സിവിൽ എഞ്ചിനീയറിന് ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയി. അച്ഛനും അമ്മാവനും പറഞ്ഞ ഓരോ പോയിന്റിനും ഇന്നതാണ് കാരണം, ഇന്നതാണ് കാരണം. അതിലും നല്ല എഞ്ചിനീയർ ആവാൻ പറ്റും നിങ്ങൾക്ക് എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് ആവാൻ പറ്റും. നല്ല വരക്കാൻ കഴിവുള്ളവൻ, വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടുന്നു, ഗോ. തീരുമാനിച്ചു, അച്ഛനെയും വിളിച്ചു അമ്മയെയും വിളിച്ചു ഉടനെ തന്നെ പറഞ്ഞു. അപ്പൊ ആരെങ്കിലും തെറ്റ് പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത്ര വേണ്ടു. മെക്കാനിക്കലിൽ പണ്ടൊക്കെ ഗേൾസ് ഉണ്ടാവാറില്ല, ഷോപ്പ് ഫ്ലോർ പണിയാണ് കൂടുതൽ. പക്ഷെ അതല്ലെങ്കിൽ അവരേത് ഓപ്ഷനാ പറയുന്നത്? അവരേത് ഓപ്ഷനാ പറയുന്നത്? മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലും മെക്കാനിക്കലും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. മെക്കാനിക്കൽ അറ്റ്ലീസ്റ്റ് അവനവനെ കുറച്ചെങ്കിലും പ്രാക്ടിക്കലി ചെയ്യാം. ഇലക്ട്രിക്കലിന് അത്ര ഗ്രേറ്റ്നെസ് മെക്കാനിക്കലിനെക്കാളുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് മാത്രമല്ല, ഇലക്ട്രോണിക്സ് ഉള്ളത് കൊണ്ട് പ്രോബബ്ലി ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് പോവാം. ആ കമ്പനിയിലൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും പോവാം, പ്രൊവൈഡഡ് യു ഹാവ് ആ പഠിക്കാനുള്ള എബിലിറ്റി. അത് ഓൺലൈൻ ഓപ്പൺ കോഴ്സായിട്ട് ഇന്ന് ചേരാം. മൂക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഇന്ന് ചേരാം. മെക്കാനിക്കൽ തീരെ ഇഷ്ടമല്ലെങ്കിൽ ശരി, ഫിസിക്സ് തീരെ ഇഷ്ടമല്ല, പിന്നെന്തിനാ? ഇഷ്ടമാണെങ്കിൽ വേറെ ആരും പറയുന്നത് കേൾക്കാൻ പാടില്ല. ഇഷ്ടമാണെങ്കിൽ ധൈര്യമുണ്ട്, എനിക്കറിയാം ഇന്നതാണ് പഠിക്കേണ്ടത്. എങ്ങനെ മോശം എന്ന് പറയാം? എൻ്റെ PhD ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ്, എൻ്റെ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഈ ഇതിനകത്ത് കിടക്കുന്ന ബുക്കിൽ കുറെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബുക്സ് ആണ്. ധൈര്യത്തിൽ പഠിക്കാം. ബാക്കി കോഴ്സുകളൊക്കെ എക്സ്ട്രാ ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങും. അപ്പൊ നിങ്ങളുടെ കൊളീഗ്സ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ അതിനേക്കാൾ എനിക്ക് അറിയാമെന്ന് പറയണം. ഇന്ന് പഠിച്ചു തുടങ്ങണം. പൈത്തൺ ഇന്ന് ചേരണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൈത്തൺ പഠിക്കണം. ഓക്കെ. കമ്മ്യൂണിക്കേറ്റ് വെൽ ഓൺ വാട്സപ്പ്. എന്നിട്ട് നോ ടെൽ മീ വാട്ട് യു ഹാവ് ഡൺ, അതെല്ലാം കൃത്യമായിട്ട് എന്നോട് പറയണം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബിക്കം സക്സസ്ഫുൾ. എൻ്റെ നാട്ടുകാരില്ലേ ഒന്നും. അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യണേ? അച്ഛൻ അബുദാബിയിലെ മെഷീനിസ്റ്റ് ആയിട്ട്. ഓക്കെ. പിന്നെ അമ്മ ഹോം മേക്കർ ആണ്. വേറെ ആരൊക്കെയുണ്ട്? പിന്നെ എനിക്കൊരു അനിയനുണ്ട്, സ്റ്റാൻഡേർഡ് ആണ്. അച്ഛനും അമ്മക്ക് എന്നെ അറിയോ? ഇല്ല. എങ്ങനെ അറിയാം? വീഡിയോസ് അങ്ങനെ അറിയാം. ഓക്കെ. ഞാൻ അബുദാബിയിലൊക്കെ കുറെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. റെസിഡൻഷ്യൽ ക്യാമ്പ്, ഒരു മാസമൊക്കെ താമസിച്ച് പഠിപ്പിക്കാറുണ്ട് പിള്ളേരെ. നാട് അവിടെ തന്നെയാണോ? പാപ്പിനിശ്ശേരി. ഞാൻ പണ്ട് നടന്നിട്ടുണ്ട് പാപ്പിനിശ്ശേരി തളിപ്പുറം പോരെ. ആ, അന്ന് NCC ക്യാമ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വാക്സിനേഷൻ കിട്ടുന്നത് അവിടെ മാത്രമാണ്.
സാർ NCC ഉണ്ടായിരുന്നു. ഡൽഹിയിൽ NCC ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ പരേഡ്. NCCയിൽ C സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. ഓക്കെ. അപ്പം ഞാൻ ബറ്റാലിയൻ സർജൻ മാസ്റ്ററായിരുന്നു. ബറ്റാലിയൻ 32 സർജൻ മാസ്റ്റർ. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രിന്റിംഗ് പ്രസ് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല. അപ്പോൾ ആരോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ വരെ നടന്നു. അപ്പോൾ നല്ലോണം വിശന്നു. കുറേ ഭക്ഷണം കഴിച്ചു. ബസ്സിനുള്ള പൈസ കഴിഞ്ഞു. തളിപ്പറമ്പ് പോയാൽ പിന്നെ എൻ്റെ നാട്ടിലേക്കുള്ള ബസ്സിന് പൈസ ഒന്നും കൊടുക്കണ്ട. എനിക്ക് എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. 9ാം ക്ലാസ് പഠിക്കും. നീ ആലോചിച്ചു. ഓക്കെ. ഓരോ സ്ഥലത്തെക്കുറിച്ചും ഇങ്ങനെ കുറേ കഥയുണ്ട് നാട്ടിലൊക്കെ. ഞാൻ നല്ലോണം ഉറങ്ങിപ്പോയിട്ടുണ്ട് അവിടെ ഓടിക്കുമ്പോൾ. പാപ്പിനിശ്ശേരി ഓടിക്കും. എൻ്റെ ഏട്ടൻ PT ആണ്. പാപ്പിനിശ്ശേരി തയ്യല വളപ്പിലാണ്. എൻ്റെ ഏട്ടനാണ് അവിടുത്തെ ഒരു അമ്പലത്തിന്റെ പ്രസിഡന്റ്. നിങ്ങളുടെ കുടുംബക്ഷേത്രം PT കരുണാകരൻ നമ്പ്യാർ. PT കരുണാകരൻ നമ്പ്യാരുടെ ഏറ്റവും ഇളയ അനിയനാണ് ഞാൻ. അപ്പൊ നീ എന്റെ കുട്ടിയായില്ലേ? എല്ലാ നമ്പ്യാന്മാരും ബന്ധുക്കളാന്ന് പറയുന്നത്. എവിടെ അമ്മ അടുത്തുള്ളത്? ഏട്ടൻ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അമ്പലത്തിലേക്ക് പ്രഭാഷണത്തിന് വരാൻ. ഞാൻ പ്രഭാഷണങ്ങൾക്ക് പോവാറുണ്ട്. ഞാൻ വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാല് തിരക്കായതുകൊണ്ടാണ്. ഏട്ടൻ എപ്പോഴും പറയും അവിടെ കുടുംബക്ഷേത്രത്തിലെ പ്രഭാഷണത്തിന് പോകണം. മതിലകം ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് PT കരുണാകരൻ നമ്പ്യാരുടെ ഏറ്റവും ഇളയ അനിയനാണ്. ഏറ്റവും മൂത്ത ചേട്ടനാണ് PT കരുണാകരൻ നമ്പ്യാർ. ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ഏട്ടന്റെ പേര് N കുട്ടി എന്നാണ്. നാരായണൻകുട്ടി എന്നാണ്. ഓക്കെ. എന്താ പറയണ അമ്മ? അത് നവംബർ 26 സപ്താഹമാണ്. നോക്കട്ടെ. ഞാൻ മിക്കവാറും ക്ലാസ്സുകൾ ഉണ്ടെങ്കിലേ പോവാറുള്ളൂ. കണ്ണൂർ ഭാഗത്ത് ആരും ക്ലാസ്സിന് വിളിക്കാറില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ കൊച്ചിയിലായിരുന്നു. അതിന് മുമ്പത്തെ ഒരു മാസം മുമ്പ് ഞാൻ കോട്ടയത്തായിരുന്നു. അതിന് മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു. കണ്ണൂർ വരണം എന്നൊക്കെ വിചാരിക്കും. എൻ്റെ പഴയ തറവാടിൻ്റെ അവിടെ. നീ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഡോക്ടർ TPS അടിച്ചാൽ അവിടെ കാണും. എൻ്റെ മൂത്ത ചേട്ടൻ PT ആണ്. ഞാൻ TP ആണ്. ഏട്ടൻ ഇപ്പൊ തളിപ്പറമ്പിലാ താമസിക്കുന്നത്. ഒന്ന് പറയണ അമ്മ മുഖം കാണിക്കാൻ പറ. കുടുംബസംഗമത്തിന് വന്നിരുന്നു. അവിടെ ഇരിക്കാൻ പറ. മുഖം കാണുന്നില്ല. കുറച്ച് തിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചിങ്ങനെ മാറി. തൈലോളത്തിന്റെ കുടുംബസംഗമത്തിന് ഞാൻ വന്നിട്ടില്ല. അല്ല സാറല്ല, അല്ല രവീന്ദ്ര സാർ വന്നായിരുന്നു. എന്റെ ബ്രദറോ? എനിക്കൊന്ന് വന്നിരുന്നു. ഏട്ടൻ അങ്ങനെ പ്രസിഡന്റ് ആക്കിയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഏട്ടൻ ഇങ്ങനെ ഒരു മുഖം കാണിച്ചു പോവേ ഉള്ളൂ. വന്നിരുന്നു എന്ന് പറഞ്ഞു. അത് PT രവീന്ദ്രൻ. അതെന്റെ മരുമകൻ, ചേച്ചിയുടെ മകൻ. അവരും പാപ്പിനിശ്ശേരി തൈല വളപ്പിലാണ്. പക്ഷെ നിങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ രവീന്ദ്രന്റെ അമ്മയുടെ ബ്രദർ. അയാളാണ് PT കരുണാകരൻ നമ്പ്യാർ. ഈസ് 84. 84 വയസ്സായി. 84 അധികമായിരുന്നു. രവീന്ദ്രൻ മരിച്ചു അടുത്ത കാലത്ത്. അന്നൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തളിപ്പറമ്പിലെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്റെ മരുമക്കളാ അതൊക്കെ. എന്നെക്കാളും മൂത്തതാണ്. പക്ഷെ എന്റെ ഞാൻ അമ്മാവനാണ് അവരുടെ. അതെ, രത്നനൊക്കെ എന്റെ ഏട്ടനാണ്. രത്നനേട്ടനാണ്, രവി ഏട്ടനാണ്. അതിൽ താഴെയുള്ള ബാബു ഉണ്ട്, രത്നന്റെ അനിയൻ. അവൻ കൽക്കട്ടയിലാണ്. അവനും ഞാനും ഒരേ പ്രായമാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മാവനായാണ്. എന്റെ അമ്മ പ്രസവിച്ചെടുക്കുമ്പോ എന്റെ ചേച്ചിയും പ്രസവിച്ചെടുക്കും. ഞാൻ അവിടെ തളിപ്പറമ്പിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞാൻ ഇപ്പൊ ഹൈദരാബാദിലാണ്. ലോകം എത്ര ചെറുതാന്ന് ആലോചിച്ചോക്കല്ലേ.
ഇത്ര അടുത്താന്ന് ഇത്ര കുടുംബാന്ന് അറിയില്ല. അല്ല, നിങ്ങൾ പാപ്പിനിശ്ശേരി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഏകദേശം നമ്മൾ ഏകദേശം ഒരാളെ കണ്ട്, ഞാൻ ഇന്റലിജൻസിലായിരുന്നു, കുറച്ചു കാലം പോലീസായിരുന്നു, ഞാൻ ഡിഫൻസിലായിരുന്നു. ഐ മീൻ ഡിഫൻസ് റോ എന്ന് കേട്ടിട്ടുണ്ടോ? മിലിറ്ററി ഇന്റലിജൻസ്, മിലിറ്ററിക്കാരുടെ ഇന്റലിജൻസിന്റെ ചീഫ്, അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. ഓക്കെ, പ്രൈം മിനിസ്റ്റർ കൂടെ ആയിരുന്നു മൻമോഹൻ സിംഗിന്റെ കൂടെ. അപ്പൊ നമ്മൾ ഓരോരാളെ കണ്ടു കഴിഞ്ഞാൽ ജാതി പറയാൻ പഠിക്കുന്നു. നിന്നെ കണ്ടപ്പോഴേ ഞാൻ അങ്ങനെ നമ്പ്യാരാന്ന് ചീത്ത പറയണ്ട വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ കണ്ണൂരുകാരുടെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞില്ലേ, അടുത്ത സെന്റൻസ് അത് പറയണ്ടായിരുന്നു, പിന്നെ പിടിച്ചു നിർത്തിയതാണ്. അപ്പൊ നല്ലോണം മാറണം കേട്ടോ, നന്നായപ്പോരാ. എന്താ സംശയം എന്ന് വെച്ചാല് അങ്ങനെയല്ല, കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നത് തന്നെയായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആദ്യമേ മനസ്സിൽ ആ പഠിക്കുന്ന സമയത്ത് വെച്ച കുറച്ചൊരു ഇതായി. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ 10ാം ക്ലാസ് കഴിയുമ്പോ തന്നെ എല്ലാരും എന്നോട് പറയുന്നത് 11ഉം 12ഉം കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നു. ആ ഒരു ചിന്താഗതി വെച്ച് പ്രൈവറ്റിൽ പഠിക്കൂലെന്ന് ആദ്യമേ ഉണ്ട്, ഗവൺമെന്റ് കോളേജിലെ പഠിക്കുന്നുള്ള ഒരു. അല്ല, കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ, വീട്ടിൽ നിന്ന് പോയിട്ട് വരാനുള്ള ദൂരത്ത് കിട്ടാവുന്നത് വലിയ ഭാഗ്യല്ലേ. ഇപ്പൊ എന്നെ വിളിക്കുന്ന ചിലര് ഇടുക്കിയെന്നും നിലമ്പൂരിന്ന് വിളിച്ചു, അവിടെ ഒന്നും കോളേജേ ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഭാഗ്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത് കോളേജ് ഉണ്ടല്ലോ. ഏതെങ്കിലും കിട്ടുമായിരിക്കും, നോക്കാം. ഞാനവിടെ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കോളേജ് പയ്യന്നൂര് SNGCTയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു കുറച്ചു കാലം. പിന്നെ ആദ്യം മോൾക്ക് സ്പേസ് സയൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് അത്യാവശ്യം കോമ്പറ്റീഷനകത്ത് പങ്കെടുക്കാറുണ്ടായിരുന്നു. എല്ലാത്തിലും ചേരാം, ഏത് ബിടെക് എടുത്താലും യു ക്യാൻ അപ്ലൈ ഫോർ, ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. IAST പോയിട്ട് പഠിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല, അതുണ്ടാക്കിയത് ഞാനാണ്, ആദ്യത്തെ നോട്ട് എന്റേതാണ്. ഞാൻ സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്ന സമയത്ത് ആദ്യത്തെ നോട്ടാണ് IAST ആയിട്ട് മാറിയത് എന്നൊക്കെ പറയും. പക്ഷെ അവിടെ പോകുന്നതിനൊന്നും ഞാൻ അത്ര ആരും സ്പേസ് സയന്റിസ്റ്റുകളുടെ മക്കളെ പോലും അവിടെ അയക്കാറില്ല. എന്നിട്ടുണ്ട് എന്തോ ഒരു അതല്ല, ISRന്റെ ഒരു സ്പേസ് ക്വിസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സെക്കൻഡ് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. സ്കൂൾ ലെവലിൽ കോമ്പറ്റീഷൻ വെച്ചതാണ്, ജില്ലയില് അതിൻ്റെ അകത്ത് അവരുടെ സർട്ടിഫിക്കറ്റ്, അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അതിന് വേണ്ടുള്ളതല്ലേ. ഇനി മുതൽ നല്ലോണം പഠിക്കുക. ഈ നിമിഷം മുതൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയാൽ യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. ഓക്കെ, ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ പറഞ്ഞതൊക്കെ ചെയ്താൽ മതി. ഓരോ ടെക്നിക്കൽ ടേമും എടുക്കുക, സിലബസ് ഡൗൺലോഡ് ചെയ്യുക, ബുക്ക് ഡൗൺലോഡ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. ഡൗൺലോഡ് ചെയ്യുക, ഇരുന്ന് പഠിക്കുക, ഓരോ വാക്കുകൾ എടുത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അറിയുന്നുള്ള ധാരണ ഉണ്ടാവും, ഒക്കെ തെറ്റായിരിക്കും ചിലപ്പോൾ, അത് പാടില്ല. കൃത്യമായിട്ട് ഡെഫിനേഷൻ പഠിക്കുക. wordhippo.com ആ വെബ്സൈറ്റിൽ പോവുക, ഓരോ വാക്കും എടുക്കുക, അർത്ഥം പഠിക്കുക, അത് എഴുതി വെക്കുക, സ്വന്തം ഡിക്ഷണറി ഉണ്ടാക്കുക. ഫിസിക്സ് ഡിക്ഷണറി, കെമിസ്ട്രി ഡിക്ഷണറി, മാത്സ് ഡിക്ഷണറി ഒക്കെ ഉണ്ടാക്കുക. ഓരോ വാക്കുകളും എടുത്തിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതും. ഇവിടേക്കുള്ള ബുക്കുകളിൽ ഗേറ്റ്, ബിടെക് കഴിഞ്ഞാൽ MTechന് പോകണം, ഗേറ്റ് വേണം. GRE എബ്രോഡിൽ എവിടെ പഠിക്കാൻ പോകണമെങ്കിലും അത് വേണം. ഇതൊക്കെ ഒരേപോലെ 50% 40% ഒരേപോലെ ഓവർലാപ്പ് ഉള്ളതാണ്. അത് തന്നെയാണ് ഡിഫൻസിലും ചോദിക്കുക, അത് തന്നെയാണ് സിവിൽ സർവീസിലും ചോദിക്കുക. IES ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ന്യൂസ് പേപ്പർ വായിക്കുക, അതിന്റെ ഒരു ബ്രീഫ് ഉണ്ടാക്കിയിട്ട് എനിക്ക് അയക്കുക. കുറേ കുട്ടികൾ ചെയ്യുന്നുണ്ട്, കുറേ കുട്ടികൾ എൻ്റെ കുട്ടികളായിട്ടുണ്ട്. നല്ലോണം വഴക്ക് പറയും ചിലപ്പോൾ. ഇനി നിന്നെ വഴക്ക് പറയും മാത്രല്ല, അവിടെ വന്ന് ബടിയെടുത്ത് ഏട്ടൻ എപ്പോഴും അങ്ങനെ തച്ചു കൊല്ലും നിന്നെയാന്ന് പറയും, ദേഷ്യം പിടിച്ചാൽ. മനസ്സിലായോ? നല്ലോണം പഠിക്കണം, വേറെ ഒരു ചിന്തയും പാടില്ല. കാരണം കോളേജിലൊക്കെ എത്തുമ്പോൾ എല്ലാം മാറും. ഈ പറഞ്ഞ ആളൊന്നും അല്ല അവിടെ. അതൊക്കെ മാറിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് റീച്ച് ദ ഹയസ്റ്റ് ആ ഒരു എയിമിൽ പഠിച്ചു കഴിഞ്ഞാൽ സിവിൽ സർവീസും IASഉം ഡിഫൻസും ഏതാണ് കിട്ടുക എന്ന് പറയും. നമ്മളൊക്കെ സയന്റിസ്റ്റായിട്ട് ചേർന്നു, പോലീസിന്റെ ഒക്കെ ചീഫ് എൻ്റെ കീഴിലൊക്കെ കംപ്ലീറ്റ് ഡിഫൻസുകാരായിരുന്നു. ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏത് ലെവലിലെത്തിയാലും അവിടെ നന്നായിട്ട് പെർഫോം ചെയ്താൽ
നമ്മൾ കിട്ടാത്തതിനേക്കാളും മുകളിലെത്താൻ പറ്റും. പക്ഷെ ആ നോളജ് ഉണ്ടാവും. ആ നോളജ് ഉണ്ടായി യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. ഗുഡ് ഇനഫ്. മോന്റെ പകുതി ഭാഗം കാണുന്നു, കണ്ണ് മാത്രം. എന്താ പേര് ഇയാളുടെ? എന്താ പേര്? വിഘ്നേഷ്. പാട്ട് പാടുവോ വിഘ്നേഷ്? പാടില്ല. വിഘ്നേശ്വരന്റെ ഒരു നാമം ചൊല്ലാൻ പറ്റും? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വധാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാകം ലക്ഷ്മീകാന്തം കമലനയനം യോഗയുദ്ധാനഗമ്യം വന്ദേ വിഷ്ണു പരമപരവിധം ശരണോപേതം. ഏത് ഭഗവാനെ കുറിച്ചാണ്? വിഷ്ണു അല്ല, ഗണേശനെ കുറിച്ചാണ്. ഞാൻ പാടാൻ പറഞ്ഞത് ഗണേശൻ, പാടിയത് ഗണേശൻ. ഏതാണെന്ന് ചോദിച്ചപ്പോ വിഷ്ണു എന്ന് പറയുകയും ചെയ്തു. വിഷ്ണും എന്ന വാക്ക് വിഷ്ണു എന്നല്ല, വിഷ്ണും എന്നാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാർത്ഥം. മനസ്സിലായോ? അത് വിഷ്ണുവിനെ കുറിച്ചല്ല, വിഷ്ണു സഹസ്രനാമത്തിൽ എഴുതി എന്ന് മാത്രം. വിഷ്ണുവിനെ കുറിച്ചല്ല, ഗണേശനെ കുറിച്ചാണ് പറഞ്ഞത്. തന്നെയാ പാടിയത്. പക്ഷെ ഞാൻ ഏതാണെന്ന് ചോദിച്ചപ്പോ നേരെ മാറ്റി പറഞ്ഞു, അബദ്ധത്തിലാണെങ്കിലും. അല്ലേ? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം ലക്ഷ്മീകാന്തം. ലക്ഷ്മിയുടെ മകൻ ആണോ? കാന്തൻ എന്ന് പറഞ്ഞ ആരാ? ഭർത്താവ്. ലക്ഷ്മിയുടെ ഭർത്താവ് ആരാ? ഗണേശനാ? അല്ല, വിഷ്ണു. പിന്നെ ഞാൻ തെറ്റല്ലേ പറഞ്ഞു തന്നെ. അപ്പൊ ആന്ന് പറയൂ. കൺഫ്യൂഷൻ ആയില്ലേ? ഓരോ വാക്കെടുത്തൊന്ന് പറഞ്ഞു നോക്ക്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വധാരം ഗഗനസദൃശ്യം മേഘവർണ്ണം ശുഭാംഗം. മേഘവർണ്ണം ആർക്കാ ഉള്ളത്? മേഘവർണ്ണം ഗണേശനാണോ? പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ തെറ്റല്ല. ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പാടില്ല. ബ്രഹ്മാവും വിഷ്ണുവും ഗണേശനും എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പാടില്ല. ചോദ്യം ചോദിക്കണം, ശരിയാണോ? പിന്നെ അടുത്ത ലൈൻ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വധാരം ഗഗനസദൃശ്യം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗയുദ്ധാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയരും സർവലോകൈകനാഥം. ആ, സർവലോകൈകനാഥം അവിടെ വരുമ്പോഴാണ് പ്രശ്നമായത്. ആണോ? അപ്പൊ കൃത്യമായിട്ട് ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. അർത്ഥം അറിയില്ലെങ്കിൽ അനുശ്രീ കുട്ടിയോട് ചോദിച്ചാൽ മതി. അനുശ്രീ കുട്ടി ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ച് പറഞ്ഞു തരും. മനസ്സിലാവുണ്ടോ? എല്ലാം പഠിക്കണം. എവറിത്തിങ് ഹാവ് ടു ബി ലേൺ. എന്താ മോന്റെ പേര് പറഞ്ഞത്? വിഘ്നേഷ്. അമ്മയുടെയോ? SHI. അങ്ങനെ പേരൊന്നും കേൾക്കാറില്ല. എൻ കുട്ടി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് മാവിച്ചേരി, നാരായണൻകുട്ടി. ഈ PT കരുണാരൻ നമ്പ്യാരെ കല്യാണം കഴിച്ചത് മാവിച്ചേരിയാണ്. അവരുടെ അവിടെ ഒരു അയൽവാസി ഉണ്ട്. നമ്മുടെ പണ്ട് ഞാൻ ടാഗോറിൽ പഠിച്ചിരുന്നു കുറച്ച്. അവിടെ ഉണ്ടായിരുന്നൊരു പഴയ സ്റ്റാഫൊക്കെയാണ്. 91 വയസ്സ്, 92 വയസ്സായി. അയാളും എൻകുട്ടിയാണ്. എൻകുട്ടിന്ന്, എന്റെ കുട്ടിയാന്ന് അങ്ങനെ പറയാം. എൻകുട്ടി. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇല്ല, പയ്യന്നൂർ ആരും ഇല്ല ഇപ്പം. എന്റെ മൂത്ത ബ്രദർ പയ്യന്നൂർ ഉണ്ടായിരുന്നു, പ്രൊഫസർ TP ശ്രീധരൻ, പയ്യന്നൂർ കോളേജിൽ.
അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നടുവിലാണ്. വന്നാലും ഞാൻ വരാം. നടുവിൽ പഴയ തറവാട് ആണ് എൻ്റെ ഒരു സ്ഥാനം. അവിടെയാണ് കുറേ പ്രോഗ്രാംസ്, കുട്ടികളൊക്കെ വരും, എൻ്റെ കൂടെ വന്ന് താമസിക്കും. അതെ. ഇങ്ങനെ ചെയ്യും. അപ്പൊ പറ, ശാന്താകാരം ആരെ കുറിച്ചുള്ളതാ? ആരെ കുറിച്ചുള്ളതാന്ന്? വിഷ്ണു. ശരിയാ, ഞാൻ വെറുതെ പറഞ്ഞതാ, മാറ്റി പറഞ്ഞതാ. അപ്പോഴല്ലേ അർത്ഥം ആലോചിക്കുള്ളൂ. അതിനുവേണ്ടി പറഞ്ഞത് കേട്ടാ. ഗുഡ്. അർത്ഥം മനസ്സിലായിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഗുഡ്, ഗുഡ് ബോയ്. നിത്യശ്ലോക ഡോക്ടർ TPS എന്നൊരു ബുക്ക് ഉണ്ട്. എല്ലാ ശ്ലോകങ്ങളെ കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ട്. നിത്യശ്ലോക. പണ്ടൊക്കെ എല്ലാ അമ്പലത്തിന്റെ മുമ്പിലും വിൽപ്പനക്ക് ഉണ്ടാവും. ഞാൻ ഒരുവിധം എല്ലാ അമ്പലത്തിലും വന്നിട്ടുണ്ട്. തൃച്ചംബരം ഡോക്ടർ TPS നടിച്ച അവിടെ കാണാം പ്രഭാഷണം. വാസ്തു, ജ്യോതിഷം, ക്ഷേത്രകലകള്, ക്ഷേത്രത്തെക്കുറിച്ച് ഒക്കെ പ്രഭാഷണത്തിന് വരാറുണ്ട്. കണ്ണൂര് മുനീശ്വരൻ കോവില്, കണ്ണൂര് ശ്രീകൃഷ്ണ ക്ഷേത്രം, ഏതാ തളാപ്പമ്പലത്തിൽ, ഇവിടെയൊക്കെ വരാം. നല്ലോണം പഠിക്കാം. ഓക്കെ. കമ്മ്യൂണിക്കേറ്റ് വെൽ. നോ മംഗ്ലീഷ്. മലയാളം മിക്സ്ഡ് ഇംഗ്ലീഷ് ഒന്നും പാടില്ല. ഐ വാണ്ട് യു ടു റൈറ്റ്. ഇന്നത്തെ ഡിസ്കഷൻ കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ട് യു മസ്റ്റ് റൈറ്റ്. ടെക്സ്റ്റ് ഇറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ പേപ്പറിൽ എഴുതി പിക്ചർ എടുക്കല്ല. ടെക്സ്റ്റ് ഇറ്റ്. ഓക്കെ.